ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു ഡിസംബർ യാത്രയിലെ ട്രെയിൻ യാത്രയിൽ ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അപ്പോൾ ആ വ്യക്തിയും ഡൽഹിയിലേക്കായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു അവസാന യാത്രയ്ക്കായിരുന്നു അദ്ദേഹം ആ ട്രെയിൻ യാത്രയിൽ കയറിയത്. ജീസസ് യൂത്തിൻ്റെ ഹെൽപ്പോടെ അദ്ദേഹത്തെ ഒരു ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ചു. വീണ്ടും ഒരിക്കൽ ആ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപ്പൈകളോടെ നിന്നത് ഓർക്കുന്നു. ഈ ഡിസംബറിൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എൻ്റെ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ മരണമായിരുന്നു. അവളുടെ ക്ലാസ്സിൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയാം. അവളുടെ പേരെടുത്ത് വെച്ച് ഞാൻ എപ്പോഴും പ്രശംസിക്കുമായിരുന്നു. അബിഗേൽ, നീ ആരാണെന്നറിയാമോ? ഒരു ജനത്തെ നല്ല രീതിയിൽ നയിക്കാത്ത ഒരാളുടെ ഭാര്യയായിരുന്നു. എന്നാലും നിൻ്റെ ബുദ്ധി, നിൻ്റെ സാമർഥ്യം, നിൻ്റെ ആ കറേജസ് കൊണ്ട് ആ ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് നിനക്ക് സാധിച്ചു. അതപ്പുറമല്ല, നീ അദ്ദേഹത്തെ സഹിച്ചതിനും അല്ലെങ്കിൽ നിൻ്റെ ആ നിരാശകൾക്ക് ദൈവം ഒരു പരിഹാരം വരുത്തി ദാവീദ് രാജാവിൻ്റെ ഭാര്യയാകുവാൻ പിന്നീട് അവൾക്ക് അവസരം ലഭിച്ചു എന്നുള്ളതും. അപ്പോൾ ഒരു യാത്രയിൽ, കഴിഞ്ഞ മാസത്തെ ഒരു യാത്രയിൽ ഉണ്ടായ അവളുടെ നിരാശയിൽ അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. മരണം ഒന്നിനും അവസാനമല്ല. കാത്തിരിക്കുവാൻ, പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. മോശയുടെ അമ്മയും അങ്ങനെ വിചാരിച്ചെങ്കിലോ, സ്വന്തം മകനെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടപ്പോഴും അവർ പ്രതീക്ഷയോടെ ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരിക്കാം. മറിയം ഓടി വന്ന് പറഞ്ഞ്, അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. എല്ലാ പ്രതീക്ഷകൾക്കും ഒടുവിൽ ദൈവം എന്നൊരു ശക്തിക്ക് ഒറ്റ നിമിഷം കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. വെള്ളത്തിൽ പോയ കുഞ്ഞിനെ വലിച്ചെടുക്കുവാനും ഒരു രാജ്യത്തിൻ്റെ മെയിൻ ആളാക്കുവാനും ദൈവത്തിന് സാധിച്ചത് ഒറ്റ നിമിഷം കൊണ്ടാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എത്രയൊക്കെ തകർന്നു എന്ന് വിചാരിച്ചാലും, അവിടെയും ദൈവം ഒരു മിസ്രൈം രാജകുമാരിയെയോ ആരെയെങ്കിലും ദൈവം നമുക്ക് വേണ്ടി കണ്ടെത്തും. പക്ഷേ നമ്മൾ ഉയർത്തേണ്ടവനിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക, അവസാനം വരെ അവന് വേണ്ടി കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. സഹിക്കാനായിട്ട് നമുക്ക് പഠിക്കാം, കാത്തിരിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ദൈവം എല്ലാറ്റിനും ഉത്തരമരുളുന്നൊരു ദൈവമാണെന്നുള്ളൊരു ബോധ്യം ഈ ക്രിസ്മസിൽ നമുക്കുണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.